നമ്മൾ പുലർച്ചെ 5 മണിയാകുമ്പോൾ നമ്മളിവിടെ ഹാർബറിലെത്തി. ഇപ്പോൾ ഏകദേശം സമയം 5:30 മണിയൊക്കെ ആയി തുടങ്ങി. നമ്മൾ നല്ല സൂര്യനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പിന്നെ നമുക്ക് ഹാർബർ കാണാം. പിന്നെ സുഹൃത്തുക്കളെ, ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ മീൻ പിടിക്കുന്ന ഒരു കൊട്ടയാണ്. ഇതിനകത്ത് ഇവർ മീനെ പിടിക്കാനുള്ള ഇര ഇട്ട് കൊടുക്കും. ഏകദേശം ഒരു 2-3 ദിവസം ഇവരൊരു സ്പോട്ടിൽ, ഒരു ബോട്ടുകാർ പോവാന്നുണ്ടെങ്കിൽ ഒരു സ്പോട്ടിൽ ഇത് താഴ്ത്തിയിട്ടിട്ട് ഇത് ഒന്നിച്ച് കെട്ടിവെക്കുന്ന ഒരു നെറ്റ് ഉണ്ട്. അതിൽ കെട്ടി വെച്ചിട്ട് ഇതിനൊരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഇട്ടിട്ട് ഇവർ വെക്കുക ചെയ്യാം. നമ്മളെ ഒരു മീനിന്റെ ഒരു മത്സ്യത്തൊഴിലാളിയാണ്, നമ്മളെ ആൽക്കോറിലെ മത്സ്യത്തൊഴിലാളിയാണ്. പുള്ളിക്കാരൻ ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പിടിക്കാനുള്ള കൊട്ട. ആള് കന്യാകുമാരി അല്ലേ? കന്യാകുമാരി മാവട്ടം കുളച്ചിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആളുള്ളത്. ജോസ്ലിൻ അങ്ങനെ പേരാണ്. ജോസ്ലിൻ. ഇത് മീൻ പിന്നെ പിടിക്കാനുള്ള, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ മീനെ കൂട് വെച്ചിട്ട് പിടിക്കാന്ന് പറയില്ലേ, അതിന്റെ ഒരു സിസ്റ്റമാണ് ഇതിൽ കാണുന്നത്. ഇതിൽ മീൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്ത് പോകില്ല. അണ്ണൻ എത്ര വർഷമായി അണ്ണ അവിടെ വന്നിട്ട് 17 കൊല്ലായി അല്ലേ? ഇപ്പോ പിന്നെ നാട്ടിലൊക്കെ പോയി വന്നാ? വന്നിട്ട് 1 കൊല്ലം പോകണം. ഇനിയിപ്പോ നാട്ടിൽ പോകൂലേ? എല്ലാ കൊല്ലത്തിലും നാട്ടിൽ പോവോ? ചിലപ്പോ പോകും, ചിലപ്പോ 2 കൊല്ലം കഴിഞ്ഞിട്ട് പോകും. 2 കൊല്ലം കഴിഞ്ഞിട്ട് പോകും. എങ്ങനെ ജോലിയൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല. ഉഷാറാണ്. ഇവിടെ ഇപ്പോ പിന്നെ ഈ മീന് വരുന്ന സമയം എപ്പോഴാ? തണുപ്പ് സമയം, കൂടുതൽ നല്ല തണുപ്പ് സമയത്താണ് കൂടുതൽ മീൻ വരിക. ഇപ്പൊ കുറവായിരിക്കും അല്ലെ? ചൂട് സമയത്ത് കുറവായിരിക്കും. ഇതിപ്പോ നിങ്ങള് ഇപ്പൊ ഇത് വെച്ചാല് ഇത് മീൻ എടുക്കുന്ന സമയത്ത് ഇത് കഴിച്ചെടുക്കും. ഈ കെട്ട് കഴിച്ചു കൊടുക്കില്ല. ഈ മാത്രം അടിച്ചിട്ട് ഇങ്ങനെ ഒതുക്കി കെട്ടിട്ട് തൂക്കി മറിച്ചിടും. ഇത് ഉള്ളിക്കിടാക്കിയിട്ട് മറിച്ചിടും. അന്നേരം മീൻ എടുക്കൂല. ഇതിൽ കൂടുതൽ ഹമൂറാ കിട്ടുന്നത്. എല്ലാ മീനും കിട്ടും. ഹമൂറ്, ശേരി. അണ്ണൻ തന്നെ പറഞ്ഞുതരും ഇതിൽ എന്തൊക്കെ മീൻ കിട്ടാന്നല്ല. അണ്ണൻ ഒന്ന് പറഞ്ഞുതരും. അണ്ണൻ ഒന്ന് പറഞ്ഞെടുക്കി. ശേരി, കോപ്പർ, അമൂറ് എല്ലാ മീനും ഈ കൂടയിൽ കിട്ടാറുള്ളത്. പെരിയ മീനൊക്കെ കിടക്കോ? പെരിയൊന്നും കിങ് ഫിഷ് കിടക്കോ? ഇല്ല, അത് കിട്ടില്ല. ചൂണ്ടല് മാത്രം കിടക്കുന്നത്. ഓക്കെ. ഇത് ഇവര് ഐസ് കയറ്റുന്ന ഇതാണ്. ഇപ്പം മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഐസ് കയറ്റുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാണ് ഐസ് വന്ന വണ്ടി. ഈ ഐസ് എന്ന് പറഞ്ഞാൽ ബോട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഐസാണ്. ഇവിടെ ഇതിൻ്റെ പണിക്കാരുണ്ട്. ഇതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്ന. പിന്നെ ഇതിനകത്ത് ഒരാളുണ്ട്, ഭയങ്കര കഷ്ടപ്പെട്ട് ഐസ് അട്ടിക്ക് വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരാളുണ്ട് ഐസ് കയറ്റുന്ന രംഗാണിത്. ഒരു വെറൈറ്റി, നമ്മുടെ നാട്ടിലെ പോലുള്ള ഐസല്ല. ഇവിടുത്തെ ഐസ് എന്ന് പറഞ്ഞാൽ വേറൊരു മോഡൽ ഐസ്. ഇതാണ് ഐസ് വന്ന വണ്ടി. ഇതാണ് മുതിർ, മെയിൻ മുതിർ. ഇതാണ് മുതിർ. ഏകദേശം പിന്നെ ഐസ് വെച്ച് ഏകദേശം ഇതിനകത്ത് ഐസൊക്കെ വെച്ച് ചാക്കിട്ട് മൂടിന്ന് അതൊന്ന് കുറച്ച് നീക്കുവോ? ഓക്കെ. ഇതിന്റെ ആളുകള്. പിന്നെ ഈ ചാക്കിൽ കാണുന്ന എന്താണെന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. ഈ ചാക്കിൽ കാണുന്നതാണ് കുബൂസ്. എല്ലാ ചാക്കിലും കുബൂസ് ഉണ്ട്. ഫുള്ള് കുബൂസാണ്. ഈ കുബൂസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച ആ മീനിന്റെ കൊട്ടല്, ആ കൊട്ടയിലിട്ടിട്ട് ഒരു 3 ദിവസം അല്ലേ
എത്ര ദിവസം വെക്കും ആ ഇത് കുപ്പൂസ് ഇട്ടിട്ട്? 5 ദിവസം. 5 ദിവസം വെക്കും അല്ലേ? 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ ഇത് പിന്നെ ഈ കൂട് നിങ്ങൾ തന്നെ എടുക്കാൻ പറ്റുക? എടുക്കുക. അതെങ്ങനെ നിങ്ങൾ അതിനെ ട്രേസ് ചെയ്യാം? GPS-ൽ. ആ, GPS-ൽ പിടിച്ചിട്ട് അതെങ്ങനെ നമ്പർ ഇടുക ചെയ്യാം? അതെ, നമ്പർ. ആ, അങ്ങനെ നിങ്ങൾ എടുക്കും അല്ലേ? നിങ്ങളുടെ പേരെന്തായിരുന്നു? പീറ്റർ ഫ്രം ഇന്ത്യയിൽ കന്യാകുമാരി അല്ലേ? കന്യാകുമാരി. ഇല്ല, ഇവിടെയൊക്കെ ഒരുപാട് ആളുണ്ട്. എല്ലാവരും കന്യാകുമാരിക്കാരല്ലേ? നിങ്ങൾ കന്യാകുമാരി അല്ലേ? എല്ലാവരും കന്യാകുമാരി. ഓൾമോസ്റ്റ് എല്ലാവരും കന്യാകുമാരിയാണ് ഇതിലുള്ളത്. ഇതിപ്പോൾ പോവോ ബോട്ട്? വൈകുന്നേരം അല്ലേ? ആ, വൈകുന്നേരം ഈവനിങ്ങിൽ പോകും ഈ ബോട്ട്. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ആ, ഇവരാണ് ക്യാപ്റ്റൻ അല്ല? ഇവരാണ് ക്യാപ്റ്റൻ എന്നാ പറഞ്ഞ്. വേറൊരു ക്യാപ്റ്റൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന. പിന്നെ എല്ലാം ഇത് വൈകുന്നേരം പോകാനും വേണ്ടിയാണ് ഈ ബോട്ട് റെഡി ആയിട്ട് ഇപ്പോൾ ഐസൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബോട്ട് ഇപ്പോൾ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ബോട്ട് തിരിച്ചു വരിക? 3 ദിവസം അല്ലേ? 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ സമയത്ത് എല്ലാ മീനും ഒന്നിച്ച് നിങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ വേറെ ബോട്ടിൽ വിടുമോ മീൻ? ഇതിൽ തന്നെ ഉണ്ടാവും അല്ലേ? അതെ. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞാലാണ് ഈ പറയുന്ന ഈ ബോട്ടുകളിൽ ലോഡ് ചെയ്യുന്ന ബോട്ടുകളൊക്കെ തിരിച്ചു വരിക. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീൻ ഇവിടെ തന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്നത്? ഇവിടെ ഈ മാർക്കറ്റിൽ എവിടെ? ദോഹയിൽ അല്ലേ? ആ, ദോഹ മാർക്കറ്റിൽ സെയിൽ ചെയ്യും. ഇവിടുന്ന് നേരെ വണ്ടിയിൽ കയറ്റി വിടും അല്ലേ? ആ, ഇവിടെ സെയിലിംഗ് ഇല്ല ദോഹയിൽ. അതായത് ഇപ്പോൾ മുസലാലയില അല്ല അല്ലേ? മുസലാലയിൽ ഇവിടെ നേരെ വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ മുസലാലയിൽ മാർക്കറ്റിലേക്കാണ് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് മീനൊക്കെ പോകുന്നത്. ഇവിടെ കുറേ ആളുകൾ പിന്നെ ബോട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. ബോട്ടൊക്കെ കഴുകി ഉഷാറാക്കി. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുള്ള് ക്ലീൻ ആൻഡ് നീറ്റാണ് ഇവിടെ. ഫുള്ള് സെറ്റപ്പായിട്ട് ബോട്ടൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് നല്ല വൃത്തിയായിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഇഷ്ടം പോലെ ബോട്ടുണ്ട് കേട്ടോ, 1 2 അല്ലേ. കുറച്ചൊരു ലൈറ്റിൻ്റെ ഒരു ഇതുണ്ടാവും. നമ്മൾ നന്ന പുലർച്ചെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ, 5 5:30 ആ സമയത്തൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ലൈറ്റ് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ബോട്ടിലും കുബൂസ് ഉണ്ട് കേട്ടോ. ഇതിൽ ബ്രെഡാണ്. ഇതിൽ ബ്രെഡാണ് നമ്മൾ കണ്ടില്ലേ? ബ്രെഡാണ്. ബ്രെഡ് പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് സാമൂലി എന്ന് പറയും, സമൂണ്. ഇതാണ്. ഇതൊക്കെയാണ് മീനിനെ തീറ്റ കൊടുത്തിട്ട് ആ കൂട്ടിനകത്തിട്ടിട്ട് പിടിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇവർ മീനിനെ പിടിക്കുന്നത്. ഒരു പ്രത്യേകമായിട്ട് ഈ ബോട്ടിലൊന്നും പ്രത്യേകമായിട്ട് വലയില്ല. ഹലോ സുഹൃത്തുക്കളെ, പിന്നെ നമ്മൾ ഈ ബോട്ടിൽ ഇവര് മീൻ കൊണ്ടുവരുന്നതാണ്. ഇതാണ് നമ്മള് കിതറ ഭയ്യ? ഗുജറാത്ത് ആദ്മിയെ മേരാ ദോസ്തേ. നല്ല മീനുകൾ കേട്ടോ. ഇങ്ങനെയാണ് ഇത്. മീനിന്റെ സ്റ്റോറേജ് ആണ് ഈ ബോട്ടിലെ മീനിന്റെ സ്റ്റോറേജ് ആണ്. ഈ സ്റ്റോറേജ് മൊത്തത്തിൽ ടോട്ടലായിട്ട് പിന്നെ മീനാണ് ഉള്ളത്. ഇതിനകത്ത് ഫുള്ളായിട്ട് മീനാണ്. നമ്മളെ സുഹൃത്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഈ ബോട്ടിന്റെ ഈ ഓപ്പൺ ഇത് തുറന്നു തരുന്നുണ്ട്. ഇതിൽ പല ഐറ്റംസ് മീനുണ്ട് കേട്ടോ. ഇതിൽ ഞണ്ടുണ്ട്, പിന്നെ അയില. എന്താണ് നല്ല പെടക്കണ ജാതി സാധനം. വേറെന്താ ഉള്ളതില്? ആ, ഞണ്ട് എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട പെടക്കണ ജാതി. ഇതും പെടക്കണ ജാതി തന്നെ കേട്ടാ. വല്ലാത്ത ജാതി. ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അതിലപ്പുറത്തെ ബോക്സിലൊക്കെ മീൻ തന്നെ കേട്ടോ ഉള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, ഇപ്പോൾ നല്ല വെയിലിങ്ങനെ ഉച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വെയിലിങ്ങനെ കണക്കടിക്കുന്നുണ്ട്. ഇവിടെ ക്ലീനിങ് നടക്കുന്നത്. നമ്മളെ കൂടെയുള്ള ആളുകൾ പിന്നെ ഇവിടെ ഇപ്പം മീനിന് വില പറഞ്ഞു കൊടുക്കട്ടാ. മീൻ എനിക്ക് കൊടുക്കുന്നില്ല, അവന് മീൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇവൻ പിന്നെ വെറുതെ ബോട്ടിന് വില പറയാൻ വന്നാന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഖത്തറിൽ വന്നിട്ട് ബോട്ടില് സ്വന്തമായിട്ട് ബോട്ട് വാങ്ങിയിട്ട് മീൻ പിടിക്കാന്നുള്ള ഒരു ഐഡിയയിലാണ് അവല്. എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് കുറച്ച് വ്ളോഗ് ചെയ്യണം, പിന്നെ ജോലിക്ക് പോകണം.
ജോലിൻ്റെ ഇടവേളയിൽ നമുക്കിങ്ങനെ ഒരു വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം. തൂക്കുപാലം. ഇത് ഹാർബറിൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ. ഇത് നമ്മളിപ്പോൾ വളരെ രസകരമായിട്ട് നല്ലൊരു തൂക്കുപാലം പോലെ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അതിനിടയ്ക്ക് ഇതാ പൂച്ചകളൊക്കെ മീൻ തിന്നാൻ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. പൂച്ച ഓടി കഴിച്ചില്ലായി. മാനുസ് മല്ലൂസിൻ്റെ പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു പാർട്ടായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഒരുപാട് ലെങ്തായിട്ട് വീഡിയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇത്രയും ഭാഗം ആയിട്ട് ഒരു വീഡിയോ ഇടുന്നത്. ഇത് എല്ലാവരും കണ്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം.